ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ബൈബിൾ പഠന വചന പാരായണ പരമ്പരയുടെ 52ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ പുസ്തകങ്ങൾ ഇന്നലത്തോടെ തീർന്നു. സംഖ്യയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒപ്പം നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84-ാമത്തെ അധ്യായവും നമ്മൾ ഇന്ന് വിചിന്തന വിഷയമാക്കും. നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് ചെറിയൊരു ആമുഖം, ഈ പുസ്തകം എന്ത് ലക്ഷ്യത്തോടെ എഴുതപ്പെട്ടു, അതിലെ അധ്യായങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ്, ഈ പുസ്തകത്തിൻ്റെ പേര് എങ്ങനെ സംജാതമായി എന്നുള്ളതൊക്കെ ഇന്ന് ആമുഖത്തിൽ നമ്മൾ കണ്ട് 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഇന്നത്തെ വിചിന്തനം നമ്മൾ ഈ പുസ്തകത്തിൽ നിന്നുള്ള അവസാനിപ്പിക്കും. നമ്മൾക്ക് എവിടെയാണ് കാലിടറുന്നത്, എവിടെയാണ് അബദ്ധം സംഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് സംഖ്യയുടെ പുസ്തകം. ഇന്നും നമ്മുടെ ജീവിതത്തിനും ഇതിന് പ്രസക്തി ഉണ്ടെന്ന് ഈ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ പഠനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം മുതൽ 9-ാമത്തെ അധ്യായം വരെ സീനായ് മലയിൽ ഇസ്രായേൽ ജനം ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് പറയുക. 10, 11, 12 അധ്യായങ്ങളിൽ സീനായ് മുതൽ കാർദഷ് ബർണയ വരെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര വിവരണമാണ്. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര വിവരണമാണ്. തൊട്ടടുത്ത് കാനാൻ ദേശത്തിൻ്റെ അവർ എത്തിച്ചേരുന്നതാണ് ഈ അധ്യായങ്ങളിൽ കണ്ടെത്തുക. ഒരു ദിവസത്തെ ദൂരപരിധി മാത്രമാണ് പിന്നീട് വാഗ്ദത്ത നാട്ടായിട്ടുള്ള കാനാനിൽ എത്തിച്ചേരാൻ അവർക്കുണ്ടായിരുന്നത്. എന്നാൽ 13-ാമത്തെയും 14-ാമത്തെയും അധ്യായത്തിൽ അതിനിർണായകമായിട്ടുള്ള മാരക പാപങ്ങൾ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജനതയെ അവിടെ കണ്ടുമുട്ടും. ആ തെറ്റുകൾ അവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു ദിവസത്തെ ദൂരപരിധിയിൽ എത്തിച്ചേരേണ്ട ഇടം 38 വർഷത്തെ സുദീർഘമായിട്ടുള്ളൊരു കാത്തിരിപ്പിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചു. അത്രമാത്രം ദൈവസന്നിധിയിൽ വികലമാക്കപ്പെടുന്ന ജീവിതം അവർ ജീവിച്ചു പോന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ വാഗ്ദത്ത നാടിൻ്റെ വാതിൽക്കൽ എത്തിയിട്ട് ലക്ഷ്യബോധമില്ലാത്ത 38 വർഷം അലയേണ്ടി വന്ന ഒരു ജനത. സീനായ് മുതൽ അവസാനം മൊവാബ് താഴ്വരെ എത്തുന്നതാണ് സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ തുടർന്ന് 36 അധ്യായങ്ങളാണ് സംഖ്യയുടെ പുസ്തകത്തിലുള്ളത്. ആ 38 വർഷത്തെ ഇവരുടെ യാത്ര ചരിത്രമാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. ഇനി സംഖ്യ എന്ന പേര് ഈ പുസ്തകത്തിന് വരാനുള്ള കാരണം എന്താണ്? സംഖ്യയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. 2 സെൻസസ്, ജനസംഖ്യ കണക്കെടുപ്പാണ് ഇസ്രായേൽ ജനത്തിൻ്റെ നടത്തുന്നത്. ആദ്യത്തെ കണക്കെടുപ്പ് നടത്തുന്നത് 1-ാമത്തെ അധ്യായത്തിലും തുടർന്ന് 2-ാമത്തെ കണക്കെടുപ്പ് 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതായിട്ട് സംഖ്യയുടെ പുസ്തകത്തിൽ കാണുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, ആ സെൻസസുമായി ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തിന് ആ പേര് ലഭ്യമായിട്ട് തീരുന്നത്. 1-ാമത്തെ സെൻസസിൽ 6,35,550 പേരെ കണ്ടുമുട്ടുമ്പോൾ 2-ാമത്തെ സെൻസസിൽ 6,01,730 പേരെയാണ് കാണാനാവുക. 1,820 പേരുടെ കുറവ് 38 വർഷങ്ങൾക്ക് ശേഷമാണ് 2-ാമത്തെ സെൻസസ് എടുക്കുക. അവിടെ ആദ്യത്തെ സെൻസസിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് ആകെ 3 പേര് മാത്രമേ 2-ാമത്തെ സെൻസസിൻ്റെ സമയത്ത് അവശേഷിക്കുന്നുള്ളൂ. മോശ, ജോഷുവ, കാലെബ്, ഇവർ 3 പേരുമാണ് ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നവരിൽ 2-ാമത്തെ ലിസ്റ്റിലും പെടുക. അതിൽ മോശയെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല, നയിക്കപ്പെടാൻ നിയുക്തനായവരാണ്. സാധാരണ മനുഷ്യരെന്ന നിലയിൽ ജോഷുവും കാലെബ് മാത്രമാണ് ഇതിൽ ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നവർ പിന്നീട് തുടരുക. എന്തുകൊണ്ട് ബാക്കി എല്ലാവരും മരിച്ചുപോയി എന്നതിൻ്റെ ഉത്തരം തുടർന്നുള്ള ഈ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ പഠന താളുകളിലൂടെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. 1-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് ഈ സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ
ലേവി ഗോത്രത്തെ ഈ കണക്കെടുപ്പിൽ കൂട്ടിയിട്ടില്ല എന്ന് അവിടെ 47-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: അവരെ സാധാരണ ആളുകളുടെ എണ്ണത്തിൽ കൂട്ടരുത് എന്ന്. കാരണം അവർ കർത്താവിന് ബലി അർപ്പിക്കാനുള്ള സമാഗമ കൂടാരത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് അതിൻ്റെ സൂക്ഷിപ്പുകാരാണ് ലേവി ഗോത്രത്തിൽപ്പെട്ടവർ. ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കാൻ കാവൽ നിൽക്കേണ്ട വ്യക്തികളായിരുന്നു ലേവി ഗോത്രത്തിൽപ്പെട്ടവർ. ഇന്ന് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധികളായിട്ട് നിൽക്കുന്നവർ ഈ ഗോത്രത്തിൻ്റെ പിൻതലമുറക്കാരായിട്ട് പരിഗണിക്കപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ 1-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും കണ്ടുമുട്ടുക. നിയമാവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്ന ജനസമൂഹത്തെക്കുറിച്ച് പറയുകയാണ്. സഹോദരർ തമ്മിലുള്ള തർക്കങ്ങൾ നീതിപൂർവ്വം വിധിക്കാൻ പ്രാപ്തരായ ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നു. ന്യായവിധി ദൈവത്തിൻ്റേതാകയാൽ നിങ്ങൾ മനുഷ്യരൊട്ടും ഭയപ്പെടേണ്ട. ദൈവപ്രീതിയിലും ദൈവഭയത്തിലും വിശ്വാസ സമൂഹം ജീവിച്ച് മുന്നേറണമെന്ന് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ഭവനം എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ദൈവസന്നിധിയിൽ എപ്പോഴും അവർ ചിറകടിച്ചുയരുന്ന പ്രതീക്ഷയുടെ വക്താക്കളായിട്ട് മാറുമെന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സംഖ്യ ആമുഖം. സീനായ് മലയിൽ എത്തിയ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ മൊവാബ് താഴ്വരയിൽ എത്തുന്നതുവരെയുള്ള ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ കാലഘട്ടത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ഓരോ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് സംഖ്യ എന്ന പേർ പുസ്തകത്തിന് ലഭിച്ചത്. ഇസ്രായേൽ മക്കളിൽ യുദ്ധശേഷിയുള്ളവരെ എണ്ണിത്തിട്ടപ്പെടുത്തുകയായിരുന്നു കണക്കെടുപ്പിന്റെ ഉദ്ദേശം. മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ വർഷങ്ങളിലെ ചരിത്രം ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ജനത്തിന് ശിക്ഷയിലൂടെ ദൈവം നൽകുന്ന ശിക്ഷണത്തിന് സാക്ഷ്യം നൽകുന്നു. കാദേശ് ബെർണയായിൽ നിന്ന് കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരിൽ ജോഷുവയും കാലബും ഒഴികെ മറ്റെല്ലാവരും ഭീരുക്കളായി വർത്തിച്ചു. ശത്രുവിനെ ഭയന്ന അവർ ദൈവത്തിന്റെ കരുത്തുറ്റ കരത്തിൽ വിശ്വാസമർപ്പിച്ചില്ല. ജോഷുവയും കാലബും കാനാൻ ദേശത്ത് പ്രവേശിക്കും, അവിശ്വസ്തരായവരിൽ ഒരുവൻ പോലും പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് അറിയിച്ചു. പാരാൻ മരുഭൂമിയിൽ കാദേശ് ബർണയ വരെ എത്തിയ അവർ കാനാൻ ദേശത്ത് നേരിട്ട് പ്രവേശിക്കാതെ ചെങ്കടലിന് നേരെ മരുഭൂമിയിലേക്ക് തിരിച്ചുപോയി. മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് അവർ മൊവാബ് താഴ്വരയിൽ എത്തി. കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിരുന്ന തലമുറ മുഴുവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. കോറഹിന്റെയും അനുചരന്മാരുടെയും എതിർപ്പ്, പിത്തളസർപ്പം, ബാലാമിന്റെ പ്രവചനങ്ങൾ, പാറയിൽ നിന്ന് മോശ ജലം പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ സംഭവങ്ങൾ സംഖ്യാഗ്രന്ഥത്തിൽ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നതിനിടയിൽ വിവിധ നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നൽകിയിരിക്കുന്നു. അധ്യായം 1. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായി മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു: ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹറോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം.
നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്. റൂബനിൽ നിന്ന് ഷെദയൂരിന്റെ പുത്രൻ എലിസൂർ. ഷിമയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷെലുമിയേൽ. യൂദായിൽ നിന്ന് അമീനാദാബിന്റെ പുത്രൻ നഹ്ഷോൻ. ഇസാക്കറിൽ നിന്ന് സുവാറിന്റെ പുത്രൻ നെഥാനേൽ. സെബുലൂണിൽ നിന്ന് ഹേലോനിന്റെ പുത്രൻ ഏലിയാബ്. ജോസഫിന്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിന്റെ പുത്രൻ എലീഷാമ, പെദഹ്സൂരിന്റെ പുത്രൻ ഗമാലിയേൽ. ബെഞ്ചമിനിൽ നിന്ന് ഗിദയോനിന്റെ പുത്രൻ അബിദാൻ. ദാനിൽ നിന്ന് അമ്മിഷദ്ദായിയുടെ പുത്രൻ അഹിയേസർ. ആഷേറിൽ നിന്ന് ഒക്രാന്റെ പുത്രൻ പഗിയേൽ. ഗാദിൽ നിന്ന് റവുവേലിന്റെ പുത്രൻ എലിയാസാഫ്. നഫ്താലിയിൽ നിന്ന് ഏതാനിന്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിന്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20 അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായി മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500. ശിമയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസാക്കറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രായിമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 40,500 30,200. ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400. ദാനിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 60,700. ആഷേറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രം ഗോത്രമായി 20 അതിനുമേലും വയസ്സുപ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 6,03,550 ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേല്യരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയുമരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും
അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരമടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. നിയമാവർത്തനം ആമുഖം. നിയമാവർത്തനം എന്ന പേരും ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കവും തമ്മിൽ കാര്യമായ ബന്ധമില്ല. പരമ്പരാഗതമായി നൽകിപ്പോന്നിട്ടുള്ള ഈ പേര് തെറ്റായ ഒരു വിവർത്തനത്തിൽ നിന്നുത്ഭവിച്ചതാകാനാണ് സാധ്യത. ഇസ്രായേലിൽ ഒരു രാജാവുണ്ടാകുന്ന അവസരത്തിൽ അദ്ദേഹം ലേവ്യരുടെ അധീനതയിലുള്ള ദൈവിക നിയമപുസ്തകത്തിന്റെ ഒരു പകർപ്പ് ഉണ്ടാക്കി സൂക്ഷിച്ച് തദനുസരണം ജീവിക്കാനും ഭരിക്കാനും പരിശ്രമിക്കണമെന്ന് നിയമാവർത്തനം 17:18 നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശത്തിലെ പകർപ്പ് എന്ന അർത്ഥമുള്ള ഹീബ്രു പദം നിയമാവർത്തനം എന്നാണ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത്. അതിൽ നിന്നാണ് നിയമാവർത്തനം എന്ന പേര് ഈ ഗ്രന്ഥത്തിന് ലഭിച്ചത്. ഭാഗികമായി നിയമത്തിന്റെ ആവർത്തനം കാണാമെങ്കിലും ചരിത്ര സംഭവങ്ങളുടെ വിലയിരുത്തലും സീനായി ഉടമ്പടിയിലെ കൽപ്പനകളുടെ വിശദീകരണവും നിയമത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങളും ഈ ഗ്രന്ഥത്തിൽ കാണാം. പ്രസംഗ ശൈലി ആത്യന്തം പ്രകടമാണ്. ദൈവവുമായി ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ട ജനം ആ ബന്ധത്തിന്റെ വിശുദ്ധിക്കൊത്ത് ജീവിച്ചില്ല. ഒരു ദൈവം, ഒരു ജനം, ഒരു ഭൂമി, ഒരു ആരാധനാ സ്ഥലം എന്നീ ആദർശങ്ങളാൽ ഒരുമയിലേക്ക് വിളിക്കപ്പെട്ട ജനം BC 931 രണ്ട് വ്യത്യസ്ത ജനതയായി തീർന്നു. കലഹങ്ങളും വിഗ്രഹാരാധനയും നിമിത്തം ദൈവം താൽക്കാലികമായി അവരെ കൈവിടുകയും അവർക്ക് കഷ്ടതകൾ വരുത്തുകയും ചെയ്തു. വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു ചെല്ലുന്ന സമൂഹത്തിന് ഈ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണം. അതിനുവേണ്ട നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. സംഖ്യാഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള മോശയുടെ അന്ത്യശാസനത്തിന്റെ വിശദമായൊരു പ്രബോധന രൂപം ഇവിടെ കാണാൻ കഴിയും. നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് മൊവാബിൽ വെച്ച് മോശ തന്നെ നൽകുന്ന അന്ത്യശാസനമായിട്ടാണ് ഈ പ്രബോധനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സീനായ് മലയിൽ നിന്ന് പുറപ്പെട്ടതു മുതലുള്ള സംഭവങ്ങൾ മോശ വിവരിക്കുന്നു. വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. നിയമങ്ങൾ അനുസരിക്കുന്നതിന്റെ ആവശ്യകത യുക്തിപൂർവം സമർത്ഥിക്കുന്നു. ദൈവം ദാനങ്ങൾ നൽകുന്നതിൽ ഉദാരനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്. അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. പ്രമാണങ്ങൾ പാലിച്ച് വിശ്വസ്തത കാണിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രതികരണം. നിയമത്തിന്റെ ബാഹ്യമായ അനുഷ്ഠാനത്തിലുപരി അതിന്റെ ഹൃദയപൂർവമായ നിർവഹണം വഴിയാണ് ഈ കടമ നിറവേറ്റേണ്ടത്. നിയമം ആന്തരികമാണ്, അതിന്റെ കാതൽ സ്നേഹവും. ക്രിസ്തു ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ള പഴയ നിയമഗ്രന്ഥം നിയമാവർത്തനമാണ്.